ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അമ്മൂമ്മേനെയാണ്. അമ്മമ്മ അങ്ങനെ വെയിലത്ത് ഇങ്ങനെ നടന്നിങ്ങനെ പോകുക കേട്ടോ. അപ്പോൾ ഹരിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹരിയേട്ടൻ വണ്ടി നിർത്തിട്ട് ഇത് എങ്ങോട്ടേക്കാണ് പോണത്? ഞാനേ കാദംബിയുടെ വീട് വരെ ഒന്ന് പോകുവാണ്. അവരുടെ കുഞ്ഞിടക്കിനാന്ന് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. പൊടി കുഞ്ഞല്ലയോ, അപ്പം അതിനെന്തെങ്കിലും അസുഖം വന്നാലോ കാര്യങ്ങളൊക്കെ വന്നാലോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകും. അല്ല, അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കാര്യങ്ങളോ? എന്ത് കാര്യങ്ങൾ? അതെ, നിങ്ങളുടെ ഒരു മോനുണ്ടല്ലോ പ്രകാശൻ, അയാൾ ഇന്നലെ ചെയ്ത കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഒന്നും അറിഞ്ഞില്ല സാറേ. എന്താ കാര്യം? അയാളെ ഇന്നലെ മതില് ചാടി ഒരാളുടെ വീട്ടിൽ കയറിയായിരുന്നു. എന്നിട്ട് അവിടുത്തെ കാറിന്റെ ബ്രേക്ക് ഊരി വിട്ടു. ആരുടെയാ സാറേ? വേറെ ആരുടെ? കിരൺ സാറിന്റെ. ഷേ, അവൻ കാലിന് വയ്യായിട്ട് ആ മതിലൊക്കെ ചാടിയോ? മതിലൊക്കെ ചാടി. അയാൾക്ക് കാര്യം നടത്തണമെന്നുണ്ടെങ്കിൽ മതിലല്ല അതിനപ്പുറവും ചാടുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? രാത്രി പോയിട്ട് കിരൺ സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് കളഞ്ഞു. എന്നിട്ട് അവർക്ക് അതിന് സംഭവിച്ചു സാറേ. രാവിലെ ആയപ്പോൾ കിരൺ സാറും കരുണയും കൂടി കമ്പനി പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. പെട്ടെന്ന് ആ ബ്രേക്കിലെന്ന് മനസ്സിലായത്. ഭാഗ്യത്തിന് കാറ് പോയിട്ട് ഒരു മൺകൂടാരത്തിന്റെ അപ്പുറത്ത് പോയിട്ട് ചെറുതായിട്ട് ഇടിച്ചു നിന്നോണ്ട് അവർക്ക് പരിക്കൊന്നും പറ്റിയില്ല. എന്റെ സാറേ, ഞാൻ കിരണിനോടും കരുണടുത്ത് പറഞ്ഞതാണ് അയാളെ കാല് വയ്യെങ്കിലും അടുപ്പിക്കാൻ നിൽക്കരുതെന്ന്. അവനടുപ്പിക്കാൻ കൊള്ളില്ല സാറേ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യും. അയാളുടെ ഒരു കാലം നിങ്ങൾ തല്ലി ഒടിച്ചല്ലോ, മറ്റേ കാലം കൂടി തല്ലി ഒടിക്ക്, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് പോകുവാണ്. അമ്മുമ്മക്ക് അങ്ങ് ദേഷ്യം വരട്ടെ അതൊക്കെ കേട്ടിട്ട്. ആ പ്രകാശനെ വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് അമ്മുമ്മയെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സരയുനെയാണ്. സരയു ആ മാലയൊക്കെ ഇട്ടിട്ട് ഷാരിയുടെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. എന്നിട്ട് മാലയൊക്കെ ഇങ്ങനെ കാണിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഷാരിയ സമയത്ത് കൊള്ളാലോ മോളെ, നല്ല മാലയാണല്ലോ, പുതിയതാണോ? അതെ, എന്റെ മനുവേട്ടൻ എനിക്ക് വാങ്ങിച്ചിരുന്ന മാലയാണ്. മനുവേട്ടൻ വാങ്ങിച്ചിരുന്ന മാലയോ? അതെ എന്ന് പറഞ്ഞിട്ട് ഷാരി അടുത്തേക്ക് പോവാണ്. ശേഷം അത് നോക്കുന്നുണ്ട്. മോളെ, ഇത് ഒറിജിനൽ സ്വർണ്ണമാല തന്നെയാണോ? അതെ, ഒറിജിനൽ 916 തന്നെയാ. ഇതിന് തിളക്കം കണ്ടാൽ അറിഞ്ഞൂടെ നിങ്ങൾക്ക് 916 ആണെന്ന്? അല്ല, നിന്റെ സ്വർണ്ണമൊക്കെ ബാങ്കിലുണ്ടല്ലോ, പിന്നെ ഒരു മാല മേടിച്ചത് എന്താ കുഴപ്പം? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? ഇത്രയും ദിവസം മനുവേട്ടൻ എനിക്കൊന്നും വാങ്ങിച്ചിരുന്നില്ല, മനുവേട്ടൻ ഒരു കള്ളനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? അതെ മോളെ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവനെ നീ കണ്ണടച്ച് വിശ്വസിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞത് കേട്ട ഞാൻ എൻ്റെ മനുവേട്ടനെ അവിശ്വസിക്കാൻ തുടങ്ങിയത്. അതേ പിന്നെയാ എൻ്റെ മനുവേട്ടൻ എന്നോട് നിന്ന് അകലാൻ തുടങ്ങിയത്. എന്തെല്ലാം എൻ്റെ മനുവേട്ടൻ അവിശ്വസിക്കില്ല. എൻ്റെ മനുവേട്ടൻ്റെ സ്നേഹമാണ് ഈ മാല എന്ന് പറയണത്. ഇത് 916 തന്നെയാ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഊരിത്തരാൻ, പോയി ചിരണ്ടി നോക്ക് എന്ന് പറയണം. മോളെ, എന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. അതെ, നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയെന്നല്ലോ, വളർത്തമ്മയല്ലേ. നിങ്ങൾ എൻ്റെ ആനും തമ്മിൽ ഒരു ബന്ധവുമില്ല. മോളെ, ഞാനും നീ തമ്മിൽ ഒരു ബന്ധമില്ല. മോൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? ഞാനല്ലേ മോളെ നിന്നെ വളർത്തി വലുതാക്കിയത്. അതിന്റെ സ്നേഹമൊക്കെ എനിക്ക് നിങ്ങളോട് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവില്ല. ഏത് നേരവും എന്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമം. ഞാനും മനുവേട്ടനും അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യും? മര്യാദക്കാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. അതെ, ഞാനും മനുവേട്ടനും എന്തായാലും അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോകാൻ പോവാം കുഞ്ഞായിട്ട്. അവിടെ പോയിക്കൊണ്ട് അടുത്ത കുഞ്ഞിനെയും കൂടി നോക്കണമെന്നാണ് മനുവേട്ടൻ പറഞ്ഞത്. 2 കുട്ടികൾ. പിന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അപ്പോഴേക്കും അപ്പുറത്തുള്ളവരെക്കാളും 10 ഇരട്ടി സമ്പാദ്യമൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ വരുന്നത്. അവിടെ കണ്ണ് തള്ളിപ്പോകും. മോളെ, നീ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല മോളെ. നോക്ക്, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചോദിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് പറയാണ്. പക്ഷേ നിങ്ങളുടെ ഈ നെഗറ്റീവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്. നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടല്ലേ? എന്റെ കഴുത്തിൽ കിടക്കണ ഈ മാല കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല അസൂയ തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് ഈ മാല മേടിച്ചില്ല, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഇപ്പൊ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കണ്ണുകടി. മോളെ, എനിക്കൊരു കുഴപ്പമില്ല, നീ നന്നായിട്ട് ജീവിക്കണം. ഞാൻ നിന്നെ ഒരിക്കലും എന്റെ മോളല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ എന്റെ മോള് തന്നെയാ, ഞാൻ വളർത്തിയ എന്റെ മോള് തന്നെയാ നീ. നിനക്ക് നല്ലത് വരണം, നീ വിഷമിക്കാൻ പാടില്ല എന്ന് തന്നെ എന്റെ മനസ്സിലുള്ളൂ. മോളെ, നീ നന്നായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഷാരി അങ്ങോട്ടേക്ക് പോവാട്ടോ. സരുവിനാണെങ്കിൽ ആകെ ദേഷ്യവും വരുന്നുണ്ട്. സരി ആ മാലയ്ക്ക് ഇങ്ങനെ തൊട്ട് തലോടി അങ്ങനെ തന്നെ അവിടെ നിൽക്കുവാട്ടോ. പിന്നീട് കാണിക്കുന്ന കിരണിനെയാണ്. കിരണിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണിയും അതുപോലെ തന്നെ ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദീപ പറയുന്നുണ്ട്, ഒരു കാലിന് വയ്യാനായിട്ട് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, മതിൽ ചാടിക്കിടന്ന് കാറിന്റെ ബ്രേക്ക് കളഞ്ഞല്ലോ, അയാൾ തന്നെ ഇങ്ങനെ ചെയ്തത്. അയാളുടെ ജയിലിൽ കിടക്കുന്ന മകനുണ്ടല്ലോ, അവൻ പറഞ്ഞെടുത്ത ബുദ്ധിയായിരിക്കും അയാൾക്ക് ഇത്. ഇനിയിപ്പോ അയാൾക്ക് ജയിലിൽ കിടക്കാലോ, മകൻ എപ്പോഴും കണ്ടുകൊണ്ട് കിടക്കാം. അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത്, അവിടെ കിടക്കട്ടെ അയാൾ എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ട്, ജയിലിൽ കിടക്കുന്ന സമയത്തും അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കാര്യം മാത്രമാണമ്മേ, അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ മഹാനടനല്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അയാളെ വിശ്വസിക്കരുത്. അയാളുടെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. അയാൾ ഇങ്ങനത്തെ ഒരാളെന്നുണ്ടെങ്കിൽ ഇനിയും ഉപദ്രവിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് മോനെ, എന്തായാലും അയാളെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട്, കിരണേട്ടാ, നമ്മൾ CCTV വെച്ചിട്ടില്ല 1-2 സ്ഥലത്ത്. ആ CCTV ദൃശ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? എന്തിനാ മോളെ പരിശോധിക്കുന്നത്? അയാൾ തന്നെ അത് ചെയ്തത് എന്ന് ദീപ പറയാണ്. കിരൺ പറയണ്ട്, എന്തായാലും ഇവള് പറഞ്ഞല്ലേ അമ്മേ, അയാൾ അത്ര നിരപരാധിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് കിരണും പറയാണ്. അങ്ങനെ കിരൺ ലാപ്ടോപ്പ് എടുത്തോണ്ട് വരുവാണ്. ശേഷം CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്.
പ്രകാശൻ മതിൽ ചാടി വരുന്ന CCTV ദൃശ്യങ്ങൾ അതിലുണ്ട് കേട്ടോ. ആ സമയത്ത് ദീപ പറയട്ടെ, കണ്ടില്ലേ കാലിന് വയ്യാത്ത അയാൾ മതിൽ ചാടി വരുന്നത് എന്ന് പറയാണ്. ശേഷം അടുത്ത CCTV നോക്കുമ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ കാലുകൊണ്ട് വയ്യാണ്ട് ഇങ്ങനെ നിഴഞ്ഞ് വരാന്തിൽ വരുന്നത്, മുണ്ട് വിരിച്ച് കിടക്കണതോ അങ്ങനെ കിടന്നുറങ്ങുന്ന ഭാഗങ്ങളും അതിലുണ്ട്. ആ സമയത്ത് കല്യാണി പറഞ്ഞിട്ട് അയാള് വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചിടുന്ന ഭാഗങ്ങളൊന്നും ഇല്ലല്ലോ കിരണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അടുത്ത ദൃശ്യത്തിൽ വേറെ രണ്ടുപേരും അതിൽ ചാടി വരുവാട്ടോ, രണ്ട് ഗുണ്ടകള്. ഇതാരാ കിരണേട്ടാൻ ചോദിക്കുമ്പോ വെയിറ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കാം, അവന്മാരുടെ മുഖം ഒന്ന് കാണിച്ചേ എന്ന് കല്യാണി പറയുമ്പോ മുഖം വ്യക്തമല്ല കല്യാണി എന്ന് പറയാണ്. ശേഷം ആ രണ്ട് ഗുണ്ടകൾ കൂടിയിട്ട് കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിടാട്ടോ. ആ സമയത്ത് കിരൺ പറയണ്ട അപ്പൊ അയാളല്ല വേറെ ആര് വന്നിട്ട് ആ ബ്രേക്ക് അഴിച്ചു വിട്ടതെന്ന് പറയുമ്പോ ദീപ പറയണ്ട എന്റെ മോനെ അയാൾ തന്നെ ഇതിനൊക്കെ പിന്നിൽ, അയാൾ ആദ്യം വന്ന് കിടന്നു, ശേഷം ഗുണ്ടകളെ വിളിച്ചു വരുത്തി. പക്ഷെ ഗുണ്ടകൾ വന്നപ്പോഴേക്കും അയാൾ കിടന്ന് ഉറങ്ങിപ്പോയി. ഇതാണ് സംഭവിച്ചത്. ഈ ഗുണ്ടകളെ വരുന്നത് ആ ഗംഗപ്രസാദും വിക്രവും കൂടിയിട്ടായിരിക്കും. ആ സമയത്ത് കല്യാണി പറയണ്ട് അതെ അങ്ങനെ അവന് ചാൻസ് ഉള്ളൂ, പക്ഷെ അയാൾ ഒരുപാട് പ്രാവശ്യം അയാൾ നിരപരാധിയാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവോ എന്ന് ചോദിക്കുമ്പോൾ ദീപ പറയണ്ട് മോളെ അതിലൊരു സത്യമില്ല, അയാൾക്കറിയാം നിങ്ങൾ ഇങ്ങനെ സംശയിക്കുമെന്ന്, അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അയാളെ വിശ്വസിക്കരുത് മോളെ, അയാൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എന്തായാലും പോലീസ് അയാളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, കാലിന് സ്വാധീനമില്ലാത്തതുകൊണ്ട് ഇതൊരു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എന്തായാലും അയാൾ ഇപ്പോഴും നിരപരാധിയാണെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് പറഞ്ഞത്. എന്തായാലും ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ എന്താണ്, എന്നിട്ട് ഈ തെളിവുകളും ആ പോലീസുകാരനെ ഏൽപ്പിക്കണം. ചിലപ്പോൾ ഈ ഗുണ്ടകളെ അവർക്ക് പരിചയം ഉണ്ടെങ്കിലോ, അതുകൊണ്ട് എന്തായാലും സ്റ്റേഷൻ വരെ പോയി നോക്കാം. ഇനി അയാളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊക്കെ വെറുതെ പോവില്ലേ, അയാൾ ഒരു നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റേഷൻ വരെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ സ്റ്റേഷനിലേക്ക് പോകാട്ടോ. ആ സമയത്ത് ദീപ കല്യാണത്ത് പറയുന്നുണ്ട് മോളെ ആ ഗുണ്ടകളെ വെച്ചിട്ട് അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അയാൾ ഈ തെണ്ടണ പൈസ, അതായത് ഭിക്ഷ എടുക്കുന്ന പൈസ എല്ലാം കൂട്ടി വെക്കുവാണ്, നിന്നെയും കിണിയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പൈസ കൂട്ടി വെക്കുക ഗുണ്ടകളെ ഏർപ്പാടാക്കാനായിട്ട്. അമ്മേ അതിന് മാത്രം പണമൊന്നും ആൾക്ക് കിട്ടുന്നില്ല അമ്മേ, ഭിക്ഷ എടുത്താൽ അങ്ങനെയൊന്നും കിട്ടുന്നില്ല, ആൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മോളെ എന്തൊക്കെ പറഞ്ഞാലും അയാളെ വിശ്വസിക്കേണ്ട എന്ന് ദീപ പറയാണ്. നോക്കട്ടെ അമ്മേ എന്തായാലും കിരണേട്ടൻ പോയിട്ട് വരട്ടെ എന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം കിരൺ സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ SIക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. SI പറയുന്നുണ്ട് എന്തായാലും അയാളുടെ മേലെ ഞങ്ങൾ കൈയൊന്നും വെച്ചിട്ടില്ല, കാലിന് വയ്യാത്തല്ലേ, പിന്നെ കുറ്റം സമ്മതിച്ചിട്ടുമില്ലല്ലോ, അയാൾ എന്തൊക്കെ പറയട്ടെ ഒന്നും സമ്മതിക്കുന്നില്ല സാറേ, പച്ചവെള്ളം പോലും കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, നിരപരാധിയാണെന്ന് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും ഈ ഗുണ്ടകളെ സാറിനെ കണ്ടു പരിചയമുണ്ടോ? ഇവിടുത്തെ ഒരുവിധം ഗുണ്ടകളൊക്കെ ഞങ്ങൾക്ക് അറിയാലോ, ഇവർ വരുത്തന്മാരാ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എങ്കിൽ ആ ഗംഗപ്രസാദിന്റെ ആൾക്കാരായിരിക്കും, അവൻ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ വന്നത്, അപ്പൊ തമിഴിൽ ൊക്കെ ആയിരിക്കും എന്ന് പറയാണ്. എങ്കിലും അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്തായാലും അയാൾ ജയിലിൽ വന്നതല്ലേ, അയാൾ എന്താണ് ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കിരൺ പറയുമ്പോൾ ശരി സാറ് പോയി കണ്ടിട്ട് വന്നു എന്ന് SI പറയാണ്. അങ്ങനെ കിരൺ പ്രകാശിനെ കാണാൻ വേണ്ടി ജയിലിനുള്ളിലേക്ക് പോവുകയാണ്. പ്രകാശം അപ്പോഴേക്കും കിരണെ കാണുമ്പോൾ സന്തോഷത്തോടെ എഴുന്നേക്കും കേട്ടോ. മോനെ എന്ന് പറയേണ്ട, എടോ താൻ എന്തിനോ ഗുണ്ടകളെ വിട്ട് എൻ്റെ കാറിന്റെ ബ്രേക്ക് കളഞ്ഞത്? ഗുണ്ടകൾ വിട്ടിട്ട് ഇല്ല മോനെ, ഒരിക്കലും എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല. എടോ താൻ വന്നതിന് പിന്നാലെ രണ്ട് ഗുണ്ടകൾ അങ്ങോട്ട് വന്നിരുന്നു മോനെ, ഞാൻ അറിഞ്ഞില്ല മോനെ, ഞാൻ കല്ലുമോനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നത്, കല്യാണിനെയും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ക്ഷീണം കാണണം, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുമായിരുന്നു, അതിനുശേഷം സംഭവിച്ചൊന്നും എനിക്കറിയില്ല. താൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, തൻ്റെ മോൻ പാണ്ടല്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഇപ്പൊ തനിക്ക് സന്തോഷമല്ലോ, തൻ്റെ മോനെ തനിക്ക് ദിവസവും കാണാലോ. കിരൺ മോനെ എനിക്ക് അവനെ കാണണ്ട, അവനെ ഒരിക്കലും കാണരുതെന്ന് ഞാൻ ആഗ്രഹിക്കണത്. ഇവിടെ നിന്ന് റിമൈൻഡ് ചെയ്ത് ഞാൻ ജയിലിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ അവനെ കാണേണ്ടി വരുമല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഞാനിനി അവനെ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. താൻ ഇതല്ല ഇതിനപ്പുറം പറയും, താനെ അവനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, താൻ പെമ്മക്കളെ ഒരിക്കലും സ്നേഹിക്കാത്ത ഒരു അച്ഛനാത്താൻ എന്ന് പറയാണ്. എന്തായാലും ആ വന്ന ആൾക്കാരാരാന്ന് അത് അറിയട്ടെ, ശേഷം തെളിവെടുത്തതിന് ശേഷം തന്നെ ഞാൻ ഒരിക്കലും കൂടി കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാട്ടോ. പ്രകാശനും ആകെ വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.